24ലേക്ക് സ്വാഗതം. എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങൾക്കുമുണ്ട് അധികം ആർക്കും അറിയാത്ത ഒരു കഥ. ചരിത്ര പ്രാധാന്യം കൊണ്ടും പാരമ്പര്യം കൊണ്ടും നിർമ്മാണം കൊണ്ടുമെല്ലാം ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന ഒരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഈ പള്ളി ചരിത്രത്തിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നത് അതിന്റെ സമാനതകളില്ലാത്ത പാരമ്പര്യം കൊണ്ട് മാത്രമാണ്. തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലാണ് ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഇസ്ലാം മതത്തിന്റെ ചരിത്രത്തോട് ഏറെ ചേർന്ന് കിടക്കുന്ന മുസ്ലിം ദേവാലയമാണ് ചേരമാൻ ജുമാ മസ്ജിദ്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായി അറിയപ്പെടുന്ന ഇവിടെ തന്നെയാണ് ഇന്ത്യയിൽ ആദ്യമായി ജുമുഅ നമസ്കാരം നടന്നത്. മതമൈത്രിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇവിടം വ്യത്യസ്തമായ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടുമൊക്കെ പ്രസിദ്ധമാണ്. AD 629 നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം പലതവണ പുനർനിർമ്മാണത്തിന് വിധേയമായിട്ടില്ല. പുനർനിർമ്മാണങ്ങളിൽ പള്ളിയുടെ തനതായ രൂപത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും കേരള തനിമ അത്രയധികം ചോർന്നിട്ടില്ല എന്ന് പറയാം. തടികൾ തീർത്ത ഉത്തരവും 1000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കൊത്തുപണികളോടെയുള്ള ഈട്ടിത്തടിയിൽ തീർത്ത പ്രസംഗപീഠവും മക്കയിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്ന മാർബിൾ കഷ്ണവും ഒക്കെ ഇപ്പോഴും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ചേരമാൻ പെരുമാൾ എന്ന ഹിന്ദു രാജാവിന്റെ പേര് ഒരു മുസ്ലിം ദേവാലയത്തിന് എങ്ങനെ ലഭിച്ചു എന്നത് ഇന്ന് വ്യക്തമല്ലാത്തൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ടെങ്കിലും ഒന്നിനും വ്യക്തമായ അടിത്തറയില്ല. അപൂർവങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ദേവാലയമായാണ് ചേരമാൻ ജുമാ മസ്ജിദ് അറിയപ്പെടുന്നത്. നിലവിളക്ക് കൊളുത്തുന്ന ഇന്ത്യയിൽ തന്നെ ഏത് മുസ്ലിം ദേവാലയമാണിത്. ആദ്യകാലങ്ങളിൽ വെളിച്ചത്തിനായാണത്രേ ഇവിടെ വിളക്ക് കൊളുത്തിയിരുന്നത്. വെങ്കലത്തിൽ തീർത്ത ഇവിടുത്തെ മനോഹരമായ നിലവിളക്കിൽ തിരിതെളിയിക്കുന്നത് വൈദ്യുതി എത്തിയതിനു ശേഷവും ഇന്നും തുടരുകയാണ്. എന്നാൽ ആരാധനയുടെ ഭാഗമായല്ല വിളക്ക് തെളിയിക്കുന്നതെന്നും വെളിച്ചത്തിന് വേണ്ടിയാണ് വിളക്ക് കത്തിക്കുന്നതെന്നും പറയുന്നു. എന്തായാലും കുറെ കാലങ്ങൾക്ക് മുൻപ് വിളക്ക് കെട്ടിരുന്നുവെങ്കിലും ജാതിമത ഭേദമില്ലാതെ ഇവിടെ എത്തുന്നവർക്ക് വിളക്കിലെ എണ്ണ പ്രസാദമായി നൽകുന്നു. ഇവിടെ എത്തുന്ന വിശ്വാസികൾ വിളക്കിലേക്ക് എണ്ണ നേർച്ചയായി നൽകാറുമില്ല. ഇതിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ഔഷധമായി വീടുകളിൽ സൂക്ഷിക്കുന്നവരും കുറവല്ല. ഇത്തരം കാര്യങ്ങൾ അനിസ്ലാമികമാണെന്ന് വാദിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇതൊക്കെയും കേരളത്തിൽ ഇസ്ലാം മതം എത്തുന്നതിന് മുന്നേയുള്ള ബുദ്ധ പാരമ്പര്യത്തിന്റെ ആചാരങ്ങളുടെ തുടർച്ചയാണെന്നാണ് വിശ്വാസം. ചേരമാൻ പള്ളിയുടെ നിർമ്മാണ ഘടനയെ മുൻനിർത്തി പല ചരിത്രകാരന്മാരും ഇതിനെ ഒരു ബുദ്ധ വിഹാരത്തോടാണ് ചേർത്ത് നിർത്തുന്നത്. ഇസ്ലാം മതം ഭാരതത്തിലെത്തിയപ്പോൾ ശക്തി ക്ഷയിച്ച ബുദ്ധമതക്കാരിൽ നിന്നും ബുദ്ധ വിഹാരം സ്വീകരിച്ച് അതിനെ ഇസ്ലാം ദേവാലയമാക്കിയതാണ് എന്ന് പറയപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.